ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, എല്ലാവർക്കും കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. കേൾക്കാം. അല്പം കൂടെ സൗണ്ട് ഒന്ന് കൂട്ടിയാൽ നന്നായി. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, അതുപോലെ തന്നെ എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച വിൽസൺ ചേട്ടൻ, വന്നിരിക്കുന്ന അച്ഛന്മാർ, അധ്യാപകർ, മറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ. ഞാൻ കുറച്ച് മിക്സ് ചെയ്തായിരിക്കും എടുക്കുന്നത്. കാരണം വിൽസൺ ചേട്ടൻ പറഞ്ഞ ഇത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ. അപ്പം ബേസിക്കലി മിക്സ് ചെയ്തെടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ ഒരു വിഷയത്തെ കുറിച്ച് പറയുമ്പം അറിയാതെ ഇംഗ്ലീഷ് കുറച്ച് കയറി വരും. അപ്പം എല്ലാവരും ക്ഷമിക്കണം. ഞാൻ ശരിക്കും പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങൾ ഈ പാൻഡമിക്കിനോട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളാണ്. സോ ഇറ്റ്സ് ബേസിക്കലി ഓൾസോ റിലേറ്റഡ് to the pandemic while talking about the invisible walls of social media, അല്ലെങ്കിൽ സാമൂഹിക മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന അദൃശ്യ മതിലുകൾ. The importance of knowing what this is to have a good church online experience. സഭ എവിടെ എന്ന ആ വലിയ ഒരു ചോദ്യം ഈ സമയത്ത്, ഈ പാൻഡമിക് സമയത്ത് നിലനിൽക്കുന്നുണ്ട്. പള്ളികൾക്ക് തുറന്ന് പ്രവർത്തിക്കുവാനാകുന്നില്ല. അപ്പോൾ the church should try its best to become wallless, അല്ലെങ്കിൽ മതിലുകൾക്ക് അപ്പുറത്ത്, വ്യക്തികൾക്ക് അപ്പുറത്ത്, പള്ളികൾക്ക് അപ്പുറത്ത് ഇന്ന് സേവനം അനുഷ്ഠിക്കുവാൻ തക്കവണ്ണം സഭകൾക്ക് സാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എന്നാൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ സാമൂഹികമായിട്ടുള്ള മാധ്യമങ്ങൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നതായ ഏറ്റവും വലിയ ഒരു പ്രയാസം എന്നുള്ളത്, communities are being led by communities, castes are being led by castes, certain class categories are being led by class categories, religion is being led by religion, denomination is being led by denomination. കോവിഡിന്റെ ഒരു വലിയ പഠിപ്പിക്കൽ പറഞ്ഞാൽ ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാറ്റഗറീസിനെ ഷാറ്റർ ചെയ്യുക എന്നുള്ള. ഇറ്റ്സ് ബേസിക്കലി ടു ക്വസ്റ്റ്യൻ വാട്ട് എവർ യു ഹാവ് ലേൺഡ് till now, to maybe even unlearn and learn anew whatever we have in mind. ഇത് ശരിക്കും കോവിഡ് എന്ന് പറയുന്നത് ശരിക്കും ഒരു വില്ലനാണ് ഒരു സൈഡിൽ. എന്നാൽ കോവിഡ് എന്ന് പറയുന്നത് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു വൈറസായിട്ട് കൂടി അതിനെ കാണേണ്ടിയിരിക്കുന്നു. വി മസ്റ്റ് ലുക്ക് അറ്റ് ദിസ് ആസ് സംതിങ് വിച്ച് ഇസ് ക്വസ്റ്റ്യനിങ് അവർ വെരി കോർ, ഇറ്റ് ഇസ് ക്വസ്റ്റ്യനിങ് അവർ വെരി ബിലീഫ്, ഇറ്റ് ഇസ് ക്വസ്റ്റ്യനിങ് അവർ വെരി ഫെയ്ത്ത്. ഇതായിരിക്കണം ഈ കാലഘട്ടം. അപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നു, ഞാനൊരു 10 കൊല്ലം 12 കൊല്ലം മുമ്പ് എഴുതിയ പേപ്പറുകളുണ്ട്. അതിനകത്ത് ശക്തമായിട്ട്, കാരണം എൻ്റെ ഫീൽഡ് ഇതും കൂടിയാണ്, ഞാൻ ശക്തമായിട്ട് വാദിച്ചിരുന്നു, church should definitely take the online media, the social media seriously, the internet seriously. The church should think about online worship. ഞാൻ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ, പ്രത്യേകിച്ച് അച്ഛന്മാരുടെ കൂട്ടത്തിലൊക്കെ ഇരുന്ന് പറയുമ്പോൾ അവര് ഇങ്ങനെ ഇത് ചിരിച്ച് തള്ളുമായിരുന്നു. എന്നിട്ട് പറയുമായിരുന്നു, ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയും, ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല, ഇതൊന്നും സഭയ്ക്കകത്ത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാവുന്ന കാര്യങ്ങളല്ല എന്ന് പറഞ്ഞ് ചിരിച്ചു തള്ളുമായിരുന്നു. ആ ചിരിച്ചു തള്ളിയ ആളുകൾ ലാപ്ടോപ്പിന്റെയും മൊബൈൽ ഇരിക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും വലിയ ഒരു തമാശ എന്ന് പറയുന്നത്. ഞാൻ കാണുന്ന സംഘടന ഇന്നലെ വരെ തള്ളിപ്പറഞ്ഞ ഒരു കാര്യത്തെ ഇന്ന് ഞാൻ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഇരിക്കുന്ന ഒരു സമൂഹത്തെയാണ് നാം കാണുന്നത്. ഇതിനകത്തൊരു വലിയ പ്രശ്നം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, when we are not actually convinced about a certain platform, a certain medium, a certain technology, whatever we do will always be questionable. നമ്മൾ ഈ ചെയ്യുന്നത് ഇപ്പോഴും നമ്മുടെ മനസ്സിലൊരു ചിന്തയുണ്ട്, കോവിഡ് will go away, അല്ലെങ്കിൽ this is not here to stay, tomorrow we will get back
to our physical churches. We will get back to our old selves. We will get back to our usual ministry. അതുകൊണ്ട് ഇതൊരു സ്റ്റോപ്പ് ഗ്യാപ്പ് ഒരു അറേഞ്ച്മെന്റ് ആണ്. ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ഇനി നിലനിൽക്കുന്ന ഒരു കാര്യമല്ല. ഈ താൽക്കാലികമായിട്ടൊരു കാര്യത്തിലേക്ക് സഭയിലുള്ള ജനങ്ങളെ പിടിച്ചു നിർത്താൻ, അവരെ വീണ്ടും ദേവാലയങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ മാത്രം ചെയ്യുന്ന ഒരു കാര്യമായിട്ട് ഇത് പോകുകയാണെങ്കിൽ നാം ചെയ്യുന്നതെല്ലാം പരാജയത്തിലേക്കായിരിക്കും പോകുന്നത്. Because we need to understand and we also need to believe in what we are doing, and only then will we be successful in what we are doing. അപ്പോൾ ആദ്യമകാലം മുതലേ ഇതൊരു പ്രശ്നമായിരുന്നു. സഭയ്ക്കുള്ളിൽ എന്നും ടെക്നോളജി ഒരു വിഷയമായിരുന്നു. റിഫോർമേഷൻ തന്നെ വരുന്നത് ഒരു ടെക്നോളജിക്കൽ എക്സ്പ്രഷനിലൂടെയാണ്. പ്രിന്റിംഗ് വന്നതോടെയാണ് റിഫോർമേഷന്റെ ഒരു വലിയ ഒരു ഇത് വരുന്നത്. അതിനുശേഷം പിന്നെ ടെലിവിഷൻ വന്നിട്ടുണ്ട്, ഇന്റർനെറ്റ് വന്നിട്ടുണ്ട്. ടെലിവിഷൻ വന്നപ്പോൾ നടന്നതെന്ന് പറഞ്ഞാൽ സഭകളെല്ലാം, പ്രത്യേകിച്ച് മോഡേൺ ആയിട്ടുള്ള സഭകളെല്ലാം ഇതിനെ തള്ളിപ്പറഞ്ഞു എന്നുള്ളതാണ്. ഫേസ്ബുക്ക് 2010 ഒരച്ഛൻ ഇതുപോലെ ഒരു ഓൺലൈൻ സെമിനാറിൽ പ്രസംഗിച്ചപ്പോൾ ആ കാലഘട്ടത്തിൽ സഭ ഫേസ്ബുക്കിനെ കണ്ടിരുന്നത് ഒരു പാപമായിട്ടാണ്. ഇന്ന് സഭകൾ തന്നെ തിരിഞ്ഞ് ഫേസ്ബുക്കിലും മറ്റ് മാധ്യമങ്ങളിലും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തെയാണ് നാം ഇന്ന് അഭിമുഖീകരിക്കുന്നത്. So what we need to actually understand is that the church needs to embrace technology in as much as, or in so far as, to understand that we should make technology benefit the church and benefit the core values of the church. ഈ ടെക്നോളജി എന്നും സഭ തള്ളിപ്പറയാൻ ഒരു കാരണമുണ്ട്. കാരണം, ഒരു പ്രാഥമികമായിട്ടുള്ള കാരണം ഇതാണ്. സഭ എന്നും വിശ്വസിച്ചിരുന്നു ടെക്നോളജി എംബ്രേസ് ചെയ്താൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. ഇന്നും നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാമല്ലോ, പണ്ടത്തെ പോലെയല്ല. പണ്ട് അച്ഛന്മാരൊക്കെ ഒരു പ്രസംഗം പ്രസംഗിക്കും പോവും, ആൾക്കാർ തലകുലുക്കി കാണിക്കും, എന്തെങ്കിൽ അതേന്ന് പറയും, അല്ല എന്ന് പറയും, എന്താണെങ്കിലും അത് പോകും. ഇന്നത് ഓൺലൈനായിട്ട് ഇടുമ്പോൾ ജനങ്ങൾക്ക് അവരുടേതായ അഭിപ്രായങ്ങളുണ്ട്. അത് ചിലപ്പോൾ ഇട്ടെന്നിരിക്കും. ഒരു തിരുമേനിയാണേലും ഒരു അച്ഛനാണേലും നമ്മളൊരു അഭിപ്രായം ഇടുമ്പോൾ ഒരു മറു അഭിപ്രായം ജനങ്ങളിൽ നിന്ന്, അൽമായരിൽ നിന്ന്, ലേറ്റിയിൽ നിന്ന് ഇന്ന് വരുന്നതായി നാം കാണുന്നത്. സോ the church has a feeling that it is bound to lose control over its assets. ഒരു അസറ്റ് എന്ന് പറയുന്നത് ഈ ജനങ്ങൾ തന്നെയാണ്, over its subjects, and therefore the church has a tendency to reject all forms of technology. ഇതാണ് നമ്മുടെ മുമ്പിൽ വരുന്നതായ ഏറ്റവും വലിയ പ്രതിസന്ധി. ഇതൊരു വശത്ത്. വേറൊരു വശത്ത് the corporate world also wants to use technology for its own benefit. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഭയങ്കരമായിട്ട് ഉയർന്നു വരുന്ന ഒരു ഇതാണ്. നമ്മൾ ഒരു പക്ഷെ ഒരു കോൺവെർസേഷനിൽ പോലും ചുമ്മാ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ പറയും ഒരു ഫോൺ വാങ്ങിക്കണമല്ലോ എന്ന് പറഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഫേസ്ബുക്ക് നോക്കുമ്പോൾ, സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഒരു 2 ഫോണിന്റെ അഡ്വർടൈസ്മെന്റ് അവിടെ കാണാം. Almost like you feel that someone is listening on you. Someone is hearing every word that you are saying. Someone is looking up every word you search. നമ്മളൊരു ഡിജിറ്റൽ ഫുട് പ്രിന്റ് ഉണ്ടാക്കി വെക്കുകയാണ്. പക്ഷേ ആ ഫുട് പ്രിന്റ് ഇന്ന് ആരൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. And they are not only looking at it, they are selling it to someone and making a profit out of it. അപ്പോൾ നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മൾ ചെയ്യുന്നതായ പർച്ചേസുകൾ, ഇതെല്ലാം വെച്ച് നമ്മൾ എന്ന വ്യക്തി ആരാണെന്ന് മനസ്സിലാക്കി. ഇതാണ് ഈ ദ സോഷ്യൽ ഡൈലമ എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെന്ററി നെറ്റ്ഫ്ലിക്സിലുണ്ടായിരുന്നു. അതിന്റെ ഒരു ആധാരം തന്നെ ഇത് തന്നെയാണ്. ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ നെറ്റ്വർക്സിലും ജോലി ചെയ്യുന്നിരുന്ന ആൾക്കാർ അവർ പുറത്തു വന്ന് അവർ പറയുന്നത് ഇതാണ്:
For the company, people did not matter. What mattered was to get information out of people and sell it to someone else. ഇത് തന്നെയാണ് ഇന്ന് ഇന്ത്യയിലുള്ള കൺസേൺ. ഈ ആധാർ കാർഡ് വഴി അല്ലാതെ വഴി ഇപ്പോൾ തന്നെ ഇത് കൊടുക്കുമ്പോഴും നമ്മൾ വാക്സിനേഷന് വേണ്ടി ഡീറ്റെയിൽസ് കൊടുക്കുന്തോറും ആൾക്കാരുടെ ഏറ്റവും വലിയൊരു കൺസേൺ എന്ന് പറഞ്ഞാൽ, ഇസ് ദിസ് ബീയിങ് മെയ്ഡ് അവൈലബിൾ ടു സമ്മൺ എൽസ്? ഇത് വേറെ ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടോ? അത് പൈസയ്ക്കോ അല്ലാതെയോ കൊടുക്കുന്നുണ്ടോ? ഞാൻ ആരാണ്, ഞാൻ എന്ന വ്യക്തി വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതായ ഒരു ശൈലിയിലേക്ക് വരുന്നുണ്ടോ? ആൻഡ് ദാറ്റ്സ് ഫോർ ഷുവർ. അത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിലിൽ അനേക ഇമെയിലുകൾ വരും. ഈ ആളുകൾക്കൊക്കെ നിങ്ങളുടെ ഇമെയിൽ എവിടുന്നാണ് കിട്ടിയത്? ഇവർക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ എവിടുന്നാണ് കിട്ടിയത്? അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഡേറ്റ ആൻഡ് സെല്ലിംഗ് ഓഫ് ഡേറ്റ ഫോർ എ പ്രോഫിറ്റ് ഇന്ന് വലിയൊരു ഇൻഡസ്ട്രിയായി മാറിയിരിക്കുകയാണ്. ഒരു ഷോപ്പിംഗ് മാളിൽ പോകുമ്പോൾ ഓപ്പറേഷൻ ജാവ എന്ന മലയാളം സിനിമയ്ക്കകത്ത് അതിൻ്റെ ഒരു അല്പം കാണിക്കുന്നുണ്ട്. ഷോപ്പിംഗ് പോകുമ്പോൾ വരും, അവര് ചെറുപ്പക്കാരായിരിക്കും, അവർ നമ്മളെ നോക്കി ചിരിച്ച് സാറിന്റെ പേരും ഡീറ്റെയിൽസും എഴുതി തരാമെന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു സെൻസ് ഓഫ് ഇമ്പോർട്ടൻസ് വരും, ബിലോങ്ങിങ്. നമ്മളിതെല്ലാം എഴുതി കൊടുക്കും. പക്ഷെ ഇത് നേരെ എടുത്ത് ഡോക്യുമെന്റ് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളുടെ വിവരങ്ങൾ ശേഖരിച്ച് മറ്റുള്ളവർ അത് ഉപയോഗിക്കുകയാണ്. പിന്നെ അത് ഓൺലൈൻ ഫ്രോഡ്, കാർഡ് ഫ്രോഡ്, ഇതിനു വേണ്ടി എല്ലാം നോക്കുന്നുണ്ട്. അപ്പൊ ഈ ഓപ്പറേഷൻ ജാവ എന്ന സിനിമയിൽ വളരെ രസകരമായ ഒരു ഭാഗമുണ്ട്. അതിനകത്ത് ഒരു പ്രായമുള്ള ഒരു അങ്കിൾ ഈ ഓഫീസിൽ കയറി വന്ന് അവരോട് പറയുന്നുണ്ട്, എനിക്കൊരു കംപ്ലൈന്റ് കൊടുക്കണം, എൻ്റെ ഇത്ര ലക്ഷം രൂപ എൻ്റെ കാർഡിൽ നിന്ന് പോയി. അപ്പോൾ അവർ പറയുന്നു, സാർ പേടിക്കണ്ട, ഞങ്ങൾ നോക്കട്ടെ, എന്താ ചെയ്യാൻ പറ്റുന്നത് നോക്കട്ടെ. അപ്പോൾ പറയും, ഒരാൾ എന്നെ വിളിച്ചു, ഇതുവരെ എൻ്റെ കാർഡ് ഡീറ്റെയിൽസ് കൊടുത്തു, എൻ്റെ പിൻ ചോദിച്ചു, ഞാൻ കൊടുത്തു. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കാശെല്ലാം പോവാ. അപ്പോൾ അവർ പുള്ളിയോട് ചോദിക്കുന്നുണ്ട്, സാറ് എന്താ സാറിൻ്റെ ജോലി? അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഇന്ന സ്ഥലത്തെ ഈ ബാങ്കിന്റെ മാനേജറാണ്. അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുന്നുണ്ട് അതിശയിച്ച്. ഒരു ബാങ്ക് മാനേജറിനെ പോലും കളിപ്പിക്കാമെങ്കിലും അപ്പൊ പിന്നെ ഒരു സാധാരണക്കാരനെ കളിപ്പിക്കാൻ എന്താണ് പ്രയാസം? അതുപോലെ ഒത്തിരി നല്ല രീതിയിലുള്ള വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് വിളിച്ച് ചോദിച്ച് കളിപ്പിക്കുന്നത്. കാരണം എന്തെങ്കിലും ചോദിക്കുമ്പോൾ പെട്ടെന്ന് അല്ലേ പറയും, സാറിന് ഒരു പ്രൈസ് കിട്ടി, സാറിന്റെ കാർഡ് ഡീറ്റെയിൽസ് ഒന്ന് തരാമോ? പെട്ടെന്നൊന്നും ഓർക്കുന്നില്ല, വെറുതെ ഞാൻ കൊടുക്കുകയാണ്. നമുക്ക് തന്നെ എത്രയോ ലിങ്ക്സ് ആണ് ആൾക്കാർ അയച്ചു തരുന്നത്. ക്ലിക്ക് ഓൺ ദിസ് ലിങ്ക്, ഗെറ്റ് എ ഫ്രീ ഐഫോൺ. ക്ലിക്ക് ഓൺ ദിസ് ലിങ്ക്, ബൈ an iPhone for 5,000 rupees. അപ്പൊ ഇതെല്ലാം നമ്മളങ്ങ് വീണു പോവുകയാണ്. ഇത് രണ്ട് കൺസേൺസ് ആണ് ഇവിടെ ഉള്ളത്. സോ വാട്ട് ഈസ് സോഷ്യൽ മീഡിയ സപ്പോസ് ടു ബി? വാട്ട് ഈസ് ദി ഇന്റർനെറ്റ് സപ്പോസ് ടു ബി? സോഷ്യൽ മീഡിയയും ഇന്റർനെറ്റും മതിലുകളില്ലാത്ത ഒരു സ്ഥലമാണ് എന്ന് ഓർക്കണം. ഇറ്റ്സ് എ വാൾലെസ് പ്ലേസ്, but it's supposed to be a wall-less place. Today, what it has become is that it has become a place filled with walls, filled with boundaries, filled with discrimination, filled with categories, filled with prejudices. ഇങ്ങനെ ഒരു സ്ഥലമായി ഇത് മാറിയിരിക്കുകയാണ്. ഇന്നലെ വരെ നമ്മൾ എപ്പോഴും ഈ സോഷ്യൽ വേൾഡിനെ ചോദ്യം ചെയ്തിരുന്നത് തന്നെ ഇറ്റ്സ് an unreal world എന്നും പറഞ്ഞാൽ. But if it's an unreal world, it will not have these prejudices. So the very fact that it reflects our prejudices, it reflects our differences, it reflects our categories, are all proof that this is indeed a real space. അപ്പോൾ ഇതിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തെ കുറിച്ചാണ് കൂടുതലായിട്ട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഹൈഡി ക്യാമ്പൽ എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയയെ കുറിച്ച് വളരെ നല്ലതായിട്ട് എഴുതിയിരിക്കുന്ന ഒരു ആളുടെ പരാമർശങ്ങൾ, അതിനുശേഷം സോഷ്യൽ മീഡിയയിലെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ്. ഈ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു തുടക്കം എന്ന രീതിയിൽ ബഷീർ എഴുതിയ മതിലുകൾ, എനിക്ക് പ്രായമുള്ള ഏകദേശം ഒത്തിരി ആൾക്കാർക്ക് അത് അറിയാമായിരുന്നു, എന്നാൽ മറ്റുള്ള ആളുകൾക്കും അറിയാം. ഞാൻ കുറച്ച് വർഷം മുമ്പ്
എനിക്ക് ഇതിനോടൊക്കെ ഒരു താല്പര്യവും കമ്പവും ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് വർഷങ്ങൾ മുമ്പ് ഞാൻ ഈ മതിലുകളുടെ ഒരു ഇംഗ്ലീഷ് അഡാപ്റ്റേഷൻ ചെയ്തായിരുന്നു. അപ്പം അതെനിക്ക് ഇറ്റ്സ് ഓൾവേസ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട് ബിക്കോസ് ഐ റോട്ട് ദി ഡയലോഗ്സ്, ഓഫ് കോഴ്സ് ദി അഡാപ്റ്റഡ് ഡയലോഗ്സ് ഓഫ് ദി ആക്ച്വൽ നോവൽ. അതിനകത്തെ ഒരു തീം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ജയിലിന്റെ മതിലിന്റെ രണ്ട് ഭാഗത്ത് ഒരാണും ഒരു പെണ്ണും നിന്നുകൊണ്ട് സംസാരിക്കുകയാണ്. രണ്ടു പേർക്കും അന്യോന്യം കാണാൻ സാധിക്കില്ല. അവരുടെ ശബ്ദം മാത്രമേ അവർ കേൾക്കുന്നുള്ളൂ. ഒരാളുടെ പേര് ബഷീർ, ഒരാളുടെ പേര് നാരായണി. രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ച് ഏകദേശം അവര് അന്യോന്യം കാണാൻ പോകുന്നു എന്ന പ്രതീക്ഷയ്ക്ക് അടുത്ത് വരുമ്പോൾ ഇതിന്റെ അവസാനം, കഥയുടെ അവസാനം എന്ന് പറയുന്നത് ബഷീറിനെ നേരത്തെ റിലീസ് ചെയ്യുകയാണ്. അപ്പൊ ബഷീർ അങ്ങനെ പുറത്ത് ഇറങ്ങുകയാണ്. ഇത് പറയാൻ പോലും സാധിക്കാതെ നാരായണി അവസാനം അവിടെ ഇരുന്ന് പോവുകയാണ്. അപ്പൊ ഇതിന്റെ ഒരു ആക്ച്വലി ഷോർട്ട് ഫിലിം അഡാപ്റ്റേഷൻ ഈ അടുത്തിടെ ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് ഈ പാൻഡമിക്കിന്റെ സമയത്ത് രണ്ടുപേര് 2 ഫ്ലാറ്റുകളിൽ ക്വാറന്റൈനായിട്ട് ഇരിക്കുകയാണ്. എന്നിട്ട് അതിന്റെ അവസാനത്തിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ കാണാൻ പോവുകയാണ്. കാണാൻ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈ പെൺകുട്ടി അറിയുകയാണ് ഈ സംസാരിച്ചുകൊണ്ടിരുന്ന ആ ആണ് പുള്ളി ക്വാറന്റൈനിൽ ഇരിക്കുകയായിരുന്നു. പുള്ളി ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പുള്ളി മരിച്ചുപോയി. അതിന്റെ ഒരു അഡാപ്റ്റേഷനാണ് വീണ്ടും കാണുന്നത്. പറയാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നും അല്ല, നമ്മൾ ജീവിക്കുന്നതും with walls, but despite these walls we have managed to live with each other, to communicate concern to one another, to be compassionate in different ways. ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മതിലുകൾ സൃഷ്ടിക്കപ്പെടുകയാണ്. അത് മാധ്യമങ്ങൾ വഴിയായാലും സാമൂഹിക മാധ്യമങ്ങൾ വഴിയായാലും അല്ലാതെ ആയാലും സൃഷ്ടിക്കപ്പെടുന്നതായിട്ട് നാം കാണുന്നു എന്നുള്ളത് ആണ്. ഇതിന്റെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഈ പ്രോസസ്സ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. കാരണം ഞാൻ ഇത്രയും പാഷനേറ്റ് ആയിട്ട് ഇതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നതിന്റെ കാരണം ഇതാണ്. ഹൈഡി ക്യാമ്പിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് 3 രീതിയിലാണ് സഭകൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഓൺലൈൻ വർഷിപ്പ് ചെയ്യും. അതിലേക്ക് ഇപ്പോൾ ഉടനെ തന്നെ വരാം. അപ്പം ഇത് പറഞ്ഞില്ലെങ്കിൽ, ഇത് അറിഞ്ഞില്ലെങ്കിൽ, ഇതിന്റെ ഒരു ഡേഞ്ചർ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സഭയും ഈ ഒരു സെയിം ഒരു ട്രാപ്പിലേക്ക് പോവുകയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സോ ചർച്ച് ഷുഡ് ഓൾവേസ് ബി എ ഫ്രീ പ്ലേസ് വിത്തൗട്ട് വാൾസ്. വിത്തൗട്ട് വാൾസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് മതിലുകൾ പണിയരുതെന്നുള്ളതല്ല. To be a place where people communicate despite walls. മതിലുകൾ ഉണ്ടായിട്ടും ആശയവിനിമയം ചെയ്യാൻ സാധിക്കുകയും സമൂഹമായിട്ട് ഒത്തുചേരാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഇത് തന്നെയാണ് നമ്മളിപ്പം ദുബായ് പോലുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ സിയിലോ പോയി കഴിഞ്ഞാൽ ചിലയിടങ്ങളിൽ എല്ലാ പള്ളികളിലും അടുത്തടുത്താണ്. ദുബായിൽ ഞാൻ പോയപ്പോൾ ദുബായിലെ യാക്കോബ പള്ളിയുടെ അടുത്താണ് മാർത്തോമ പള്ളി, ഡൽഹി എന്നും പറഞ്ഞ ആ സ്ഥലത്ത്. അപ്പോ എനിക്ക് മാർത്തോമ പള്ളിയിൽ ഒത്തിരി പേരെ അറിയാമായിരുന്നു. ഞാൻ യാക്കോബ പേര്, അപ്പൊ അവർ എന്നോട് പറഞ്ഞു ഞാൻ അവിടെ കാണാം. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ അപ്പൊ അവിടെ പോകുന്നില്ലേ? ഇല്ല, ഞങ്ങൾ അവിടെ പോയിട്ട് ഇവിടെ വരുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ കാണാം. അപ്പൊ എപ്പോ വരും? അത് ആ സമയമാകുമ്പോ വരാമെന്ന് പറഞ്ഞു. ഈ സമയം എന്താന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു ഓക്കെ ശരി എന്ന് പറഞ്ഞു. പിന്നീടാണ് ഞാൻ മനസ്സിലാകുന്നത് ഈ ജബലഹള്ളിയിലുള്ള യാക്കോബ പള്ളി, ഇത് കോവിഡിന്റെ ഒക്കെ മുമ്പാണ്. ആ പള്ളിയിലെ ഈ മിക്ക സർവീസ് കഴിഞ്ഞും ഭക്ഷണമുണ്ട്. അപ്പോൾ കൂടുതൽ ആള് മാർത്തോമ പള്ളിയിലാണ് ശരിക്കും പറഞ്ഞാൽ വരുന്നത്. പക്ഷെ അവിടെ എല്ലാ സർവീസും കഴിഞ്ഞ് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് അത്ര എന്താണ് പറയുക ഫീസിബിൾ അല്ല. എന്നാൽ ഈ യാക്കോബ പള്ളിയിൽ കുറച്ച് ആൾക്കാരാണ് വരുന്നത്. അവിടെ ആ കൂട്ടത്തിൽ ഭക്ഷണം ഉണ്ടാക്കാൻ താല്പര്യവും പ്രാവീണ്യവുമുള്ള കുറെ ആളുകളുണ്ട്. അപ്പോൾ അവരിപ്പോഴും ഈ ഭക്ഷണത്തിന്റെ മണം ഈ മതില് താണ്ടി മാർത്തോമ പള്ളിയുടെ അതിലെ ഇങ്ങനെ ചെന്ന് ആ ആളുകളെല്ലാം ഈ മണം ഇങ്ങനെ മണത്ത്
സർവീസ് കഴിഞ്ഞു, ഭക്ഷണത്തിന്റെ എന്താണോ കറിയാണോ ഉണ്ടാക്കിയിരിക്കുന്നത് അതിന്റെ പാത്രം മാറ്റി. അപ്പം ആ മണ പതുക്കെ ഈ മല താണ്ടി അപ്പുറത്ത്. ഇതാണ് എൻ്റെ ആ മാർത്തോമോട് പറഞ്ഞത്. ഞങ്ങൾക്കറിയാം ആ സമയം ഞങ്ങളോളാണ്. അപ്പൊ അത് അച്ഛനെ കാണാനുള്ള സമയമാണ്. ഇത് ഞാൻ അറിയുന്നില്ല. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ്. അപ്പം മതിലുണ്ട്, പള്ളിയുണ്ട്, ഡിഫറൻസ് ഉണ്ട്, ഡിനോമിനേഷണൽ ഡിഫറൻസസ് ഉണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും ആൾക്കാർ ഇങ്ങനെ ചേർന്ന് വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അപ്പോൾ മതിലുകൾ ഇല്ലാതാക്കുക എന്നുള്ളതല്ല നമ്മൾ പറയുന്നത്. The walls will always be there, but how can we live despite the walls? അപ്പൊ അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഇന്ന് സഭയുടെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്, സഭ ഓർക്കുന്നത് ഇങ്ങനത്തെ ഒരു ലോകത്തില് അവരുടെ കൺട്രോൾ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ തന്നെ ലൈറ്റഡ് ടു ലൈറ്റഡ്, എനിക്ക് തോന്നുന്നില്ല ഇത് സഭയുടെ പരിപാടിയാണ്. ഇത് മാർത്തോമ കുറച്ച് ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ്. The church has no control over you. The church does not know what you are doing, what you are saying, what you are discussing. ഒരു കൺട്രോൾ. ചർച്ചസിന് സാധാരണഗതിയിൽ ഇത് വളരെ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. But they need not be എന്താണ് പറയുന്നത്, they need not really think about this in that way. അങ്ങനെ they need not be afraid. അവർക്കൊരു ഭയപ്പെടേണ്ടതായ കാര്യമില്ല എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു കാര്യത്തിലേക്ക് പോകാനായിട്ട് ഞാനും ഒത്തിരി നേരം എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഒന്ന് കുറച്ചുകൂടെ ഇതൊരു ഡിസ്കഷനായിട്ട് പോകുന്നതാണ് നല്ലത്. ഈ വൺ വേ ആയിട്ട് ഒരാൾ ഇത്ര പറയുന്നത് എത്ര നേരമാണ് കേട്ടിരിക്കുന്നത്? അതിന്റെ കാരണമുണ്ട് ഞാനത് പറയാൻ. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ സഭയിലും ഞങ്ങളുടെ കൂട്ടായ്മകളും പറയുന്നുണ്ട്, വി നീഡ് ടു മേക്ക് എ സർവീസ് വിച്ച് വിൽ ഫിറ്റ് ടു ദി ഓൺലൈൻ പ്ലാറ്റ്ഫോം. നമ്മളിപ്പോൾ ചെയ്യുന്ന കൂടുതൽ ഞങ്ങളുടെ പള്ളിയിലാണ് ചെയ്യുന്നത്. നാളെ ലൈവ് സ്ട്രീം ഉണ്ട്. രാവിലെ കുർബാനയ്ക്കിടെ ആ സമയത്ത് ഒരു 2 മൊബൈൽ വഴി ഞങ്ങളുടെ ആളുകളുടെ ഇടയിലേക്ക് അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ അതേപടി ഒപ്പിയെടുത്ത് അങ്ങോട്ട് വിടുകയാണ്. അത് ആ സെയിം ടൈം എടുക്കും, ആ സെയിം രീതികളിലാണ് ചെയ്യുന്നത്, അത് അതേപടി അങ്ങനെ പോവുക. ബട്ട് ഇൻ ആൻ ഓൺലൈൻ വേൾഡ്, in an online worship world, you need to do things differently to fit this platform, to fit this screen, to fit this environment. എന്ന് പറയുന്ന പോലെ സാധാരണഗതിയിൽ എടുക്കുന്ന സെഷൻ പോലെ എടുക്കാതെ, I feel it's more meaningful to perhaps discuss more things than having something on a one way level. അപ്പം ഞാൻ ആദ്യമേ ഇതിന്റെ ഒരു ഭാഗം പറഞ്ഞു പോകാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. അതായത് 3 തറയിലാണ് ശരി, അല്ലെ 3 രീതിയിലാണ് ഇന്ന് സർവീസസ് നടത്തപ്പെടുന്നത് ഓൺലൈനായിട്ട്. സോ ഓക്കെ, 1 minute, I got a request to ഞാൻ കുറച്ചുകൂടെ ഉറച്ച് സംസാരിക്കാൻ നോക്കാം. I will try my best. Thank you for that message. Okay, so 3 രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഓൺലൈൻ സർവീസസ് നടത്തുന്നത്. The first is transferring a service, which means അതേപടി ചെയ്യുന്നതായ ആ വർഷിപ്പ് നമ്മൾ നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. So we are not doing anything special. We are just using a camera, we are using a mobile phone to actually take what is happening here and make it reach the people who are in their homes. ഇത് മാത്രമാണ് ട്രാൻസ്ഫറിംഗിൽ നടത്തുന്നത്. അടുത്തത് ട്രാൻസ്ലേഷൻ ആണ്. Translation of a service means we are trying to basically fit the screen. അപ്പോൾ ആൾക്കാർക്ക് അത് നോക്കുമ്പോൾ അവർക്ക് പ്ലീസിങ് ആയിട്ട്, ആൾക്കാർക്ക് നോക്കുമ്പോൾ അവർക്ക് അക്സെപ്റ്റബിൾ ആയിട്ട്, ആൾക്കാർക്ക് നോക്കുമ്പോൾ അവർക്ക് ഫീസിബിൾ ആയിട്ട് ഉള്ള ഒരു രീതിയിലേക്ക് അത് ആക്കി തീർക്കുക എന്നുള്ളതാണ്. The third
format of an online service is transforming. ഈ ട്രാൻസ്ഫോമിങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് we are trying to make it a format for an online platform. അപ്പോൾ നമ്മുടെ കുർബാനകളൊക്കെ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്റ്റക്ക് ആയിരിക്കുന്ന ഒരു ഇതുണ്ട്. നമ്മുടെ ഒത്തിരി കാര്യങ്ങളും ഒരു ഫിക്സഡ് ഫോർമാറ്റാണ്. മാർത്തോമ സഭ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ്. ഞങ്ങൾ ഒട്ടും ഫ്ലെക്സിബിൾ അല്ല. ഞങ്ങൾക്ക് ഒട്ടും ഫിക്സഡ് ഫോർമാറ്റ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. കുർബാന എന്ന് പറഞ്ഞാൽ കുർബാന മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ അകത്ത് എക്സ്പെരിമെന്റ്സിനുള്ള സ്കോപ്പ് വളരെ കുറവാണ്. ചെറിയ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യാവുന്നേ ഉള്ളൂ, അല്ലാതെ കാര്യമായിട്ട് ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ ഒരു കുഴപ്പം എന്താന്ന് വെച്ചാൽ ഇപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾ കഴിഞ്ഞ ആഴ്ച വരെ, നാളെ പോലും എനിക്കറിയത്തില്ല, 15 പേരെ കയറ്റാന്ന് പറയുന്നുണ്ട്. ഹൗ ഡു യു മേക്ക് ദാറ്റ് കോൾ? കാരണം അച്ഛനും ശുശ്രൂഷകരും തന്നെ ചിലപ്പോൾ കാണും 5-6 പേര്. ദാറ്റ് മീൻസ് ഓൺലി ദ റിമൈനിങ് maybe 9 people can come for a service. How do you make that call? അപ്പോൾ നമ്മൾ കുർബാനയ്ക്കായിട്ട് നമ്മൾ ചെന്നിട്ട് പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് അദർശമായ അവിടുത്തെ വലത് കൈ നീട്ടി ഈ വന്നിരിക്കുന്നവരെ അനുഗ്രഹിക്കണമെന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ ഈ വന്നിരിക്കുന്ന അവിടെ ആരുമില്ല. നമ്മൾ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? വീടുകളിൽ ഇരിക്കുന്നവരെയാണ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം നമ്മൾ പിന്നെയും പറയുന്നുണ്ട്, ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ, ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരരുതേ, എന്നാലോ ഞങ്ങളുടെ ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണം. വീട്ടിലിരിക്കുന്ന എല്ലാവരും ഇങ്ങനെ ഓർക്കുന്നുണ്ടായിരിക്കും, ഞാൻ അതിന് കുർബാന ഭക്ഷിച്ചില്ലല്ലോ, ഞാൻ ശരീരം ഭക്ഷിച്ചില്ലല്ലോ, ഞാൻ രക്തം പാനം ചെയ്തില്ലല്ലോ, അച്ഛൻ മാത്രമേ ചെയ്തുള്ളൂ. അപ്പൊ നമ്മൾ പറയും ഐ റെപ്രസെന്റ് യു. അപ്പൊ പിന്നെ അവര് നമ്മളോട് ചോദിക്കും, ഞങ്ങൾക്ക് കുമ്പസാരം ഉണ്ട്, നിങ്ങൾക്ക് കുമ്പസാരം ഇല്ല, ഞങ്ങൾക്ക് ഫേസ് ടു ഫേസ് കുമ്പസാരം. അപ്പൊ ആൾക്കാർക്ക് ചോദിക്കാം, അപ്പൊ പിന്നെ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി കുമ്പസാരിച്ചാൽ പോരെ, ഞങ്ങൾ എന്തിനാ അച്ഛന് അടുത്ത് വന്ന് കുമ്പസാരിക്കുന്നത് എന്നും വേണേ അവർക്ക് ചോദിക്കാം. അപ്പൊ ഇതിനകത്ത് നമ്മൾ സ്റ്റക്കായി പോവാണ് ചില ഭാഗങ്ങളിൽ. നമ്മുടെ സർവീസസ് ഇപ്പോഴും ആ കാലഘട്ടത്തിലേക്ക് വേണ്ടിയുള്ള സർവീസസ് ആണ്. അവിടെ നമ്മൾ മാറ്റം വരുത്തിയിട്ടില്ല. വാക്കുകളും അത് തന്നെയാണ്, കോൺസെപ്റ്റ്സും അത് തന്നെയാണ്. പക്ഷെ ഈ ആളുകൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. സോ ഇവിടെ ഈ ട്രാൻസ്ഫോമിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ടു ആക്ച്വലി മേക്ക് ഇറ്റ് സംതിങ് ഫോർ ദ പീപ്പിൾ ടു ഫീൽ ദാറ്റ് ദേ ആർ എ പാർട്ട് ഓഫ് ദ സർവീസ്. അബ്സല്യൂട്ട്ലി. അല്ലാതെ ജസ്റ്റ് അവിടെ ഇവിടെയല്ല, മുഴുവനായി വെറുതെ ഇരുന്ന് ഇതിന്റെ ഭാഗമാകുക എന്നുള്ളതല്ല. ഇല്ല, മുഴുവനായി. അതായത് അവരില്ലാതെ ഈ സർവീസ് നടക്കത്തില്ല. അതുപോലെ അത് ആക്കി തീർക്കുക എന്നുള്ളതാണ്. ആ ട്രാൻസ്ഫോമിങ് എബിലിറ്റിയോടെ ചില സ്ഥലങ്ങളിൽ സർവീസുകൾ നടത്തുന്നുണ്ട്. ബട്ട് പെർഹാപ്സ് they can do that, they can change in certain ways because അവരുടെ ആ സഭകൾ അത് അനുവദിക്കുന്നുണ്ട്. നമ്മുടെ സഭകളൊന്നും അത്രയും നമുക്ക് സ്പേസ് തരുന്നില്ല ഇത് ചെയ്യാനായിട്ട്. സോ ഹൈഡി ക്യാമ്പൽ പറയുന്നതായ കുറെ കാര്യങ്ങളുണ്ട്. ലൈക്ക് വാട്ട് ഡു പീപ്പിൾ ലുക്ക് ഫോർ ഇൻ സോഷ്യൽ മീഡിയ, ഓർ വാട്ട് ഡു പീപ്പിൾ ലുക്ക് ഫോർ ഓൺലൈൻ? അവർ വെറുതെ വന്നിരിക്കുകയല്ല, അവർ ചുമ്മാ വന്നിങ്ങനെ ഇത് ചെയ്യണം. ഞങ്ങളുടെ പള്ളിയിൽ പള്ളി പണി നടക്കുന്നുണ്ട്. അപ്പൊ ഈ സിമെന്റിന്റെയും പിന്നെ ഈ സ്റ്റാൻഡിന്റെയും മണലിന്റെയും എല്ലാം ഇടയ്ക്ക് നിന്ന് ഞങ്ങൾ കുർബാന ചൊല്ലുക, ഞാൻ കുർബാന ചൊല്ലുക, നാളെ ഞാൻ ചൊല്ലാൻ പോകുന്നു, അങ്ങനെ തന്നെ. അപ്പൊ ഞങ്ങളുടെ ആൾക്കാർക്കൊരു പ്രത്യേകതയുണ്ട്, എല്ലാ ഞായറാഴ്ചയും അവർ വരുന്നത് ഇതും കൂടെ കാണാനാ. പണി എത്രയായി എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുർബാനയുടെ ഇടയ്ക്ക്. അപ്പൊ ഒരാളിങ്ങനെ ഇടയ്ക്ക് മെസ്സേജ് ചെയ്തിട്ട് പറയും, അച്ഛാ ഭിത്തിക്ക് പെയിന്റ് അടിച്ചു തുടങ്ങിയില്ലേ, ആ കൊള്ളാം. പിന്നെ അടുത്ത ആള് പറയും, 3 ത്രോണോസും തീർത്തു ഇല്ലേ. എന്റെ കുർബാനയുടെ ഇടയ്ക്ക് അവരിത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു സൈഡിൽ കൈയൊക്കെ ഉയർത്തി കാര്യമായിട്ട് ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവര് ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ക്യൂരിയോസിറ്റി. പലർക്കും പല കാരണങ്ങളാണ് സർവീസിന് വരാനായിട്ട്. പക്ഷെ അല്ലാതെ നോക്കുമ്പോൾ എന്തിനാണ്, വൈ ഡു പീപ്പിൾ ആക്ച്വലി കം ആൻഡ് വൈ do they want to be part of a service is something we need to look at. അപ്പോൾ ഹൈഡി ക്യാമ്പൽ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. They are looking for a sense of relationship. അപ്പം അച്ഛനെ ഞാനിപ്പം
ഇടയ്ക്ക് നാൾ, അതായത് ഒരു 1.5 മാസം മുമ്പ് വരെയും അല്ലെ 2 മാസം മുമ്പ് വരെയും സർവീസ് ഫുൾ ഞാൻ മാസ്ക് ഇടുമായിരുന്നു. പ്രസംഗത്തിന്റെ സമയത്ത് മാത്രം ഞാൻ മാസ്ക് ഊരുമായിരുന്നു. ജസ്റ്റ് സോ ദാറ്റ് ദേ ഫീൽ എ സെൻസ് ഓഫ് റിലേറ്റിംഗ് ടു ദെയർ പ്രീസ്റ്റ്. എന്നെ കണ്ടിട്ട് ഒത്തിരി നാളായി, ഞാൻ എങ്ങനെ ഇരിക്കുന്നത്, ഇപ്പോൾ എന്റെ താടിമീശ വളർന്നോ നരച്ചോ ഇതൊക്കെ കാണാനുള്ള ഒരു ആകാംക്ഷയും എല്ലാവർക്കും ഉണ്ട്. കാരണം എന്താണ്? ദേ ഫീൽ ദാറ്റ് വി ആർ വൺ ഫാമിലി. അപ്പൊ ഇപ്പം ഫുൾ ടൈം മാസ്ക് ഇടുക. അപ്പൊ അങ്ങനെ വന്ന് ഇപ്പൊ മാസ്ക് ഇട്ട് അവരുടെ അച്ഛനെ മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ. അപ്പൊ അതിൽ ഒരു ചെറിയൊരു പ്രശ്നം അവർക്ക് വരുന്നുണ്ട്. ബട്ട് വി കനോട്ട് ചേഞ്ച് ദാറ്റ്, ബിക്കോസ് ഞങ്ങളൊരു സർവീസ് എടുക്കുമ്പം അറ്റ് എ ടൈം വി മേ ഹാവ് 4 people സ്റ്റാൻഡിങ് ദെയർ, അച്ഛനും ശുശ്രൂഷകരും. സോ ഐ ഡോണ്ട് വാണ്ട് ടു റിസ്ക് ദം. ഞാൻ അവർക്കൊരു റിസ്ക് ആയി മാറരുത്. ബട്ട് ഇഫ് ഐ വാസ് ടേക്കിംഗ് ദറ്റ് സർവീസ് അലോൺ, ഐ കുഡ് ഹാവ് റിമൂവ്ഡ് മൈ മാസ്ക്. ഇതാണ് പറയുന്നത്, നമുക്ക് ഈ ട്രാൻസ്ഫോർമേഷനിലേക്ക് നമുക്ക് വരാൻ സാധിക്കില്ല. സോ പീപ്പിൾ ആർ ലുക്കിംഗ് ഫോർ എ സെൻസ് ഓഫ് റിലേഷൻഷിപ്പ്. ഞാൻ ചില അച്ഛന്മാരോട് സംസാരിക്കുന്നത് ഞാൻ പറയും, ഇപ്പൊ എല്ലായിടത്തും പ്രെയർ മീറ്റിംഗ് ആണ്. ഈ മർത്തോമാക്കാരും CSIക്കാരും ഇതിന് കുറച്ചുകൂടെ കൂടുതലായിട്ട് നന്നായിട്ട് അവർ ചെയ്യുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും പ്രെയർ മീറ്റിംഗ് ആണ്. നേരത്തെ ചെറിയ പ്രശ്നമുള്ളത്, ചിലപ്പോൾ ആന്റി ഇതുപോലെ പച്ചക്കറി അരിഞ്ഞുകൊണ്ട് നൈറ്റി ഇട്ടുകൊണ്ട് ഇടയ്ക്ക് കയറി വരും. അതിനുശേഷം എന്തോ അങ്കിള് ഇടയ്ക്ക്, ഞാനൊരു ഒരു സൺഡേ സ്കൂളിന്റെ മീറ്റിങ്ങിന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അങ്കിള് ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞു, എടി എനിക്ക് ഇന്ന് 2 ചപ്പാത്തി മതി കേട്ടോ. അപ്പൊ നമ്മൾ ഈ അഭിനയം പഠിക്കുന്നതുകൊണ്ട് നമ്മള് ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ ഉള്ളിൽ എന്റെ മുഴുവൻ ചിരിയാണ്. കാരണം എനിക്കിത് ചിരി പിടിച്ചിട്ട് കിട്ടാൻ പറ്റുന്നില്ല. കാരണം അങ്കിൾ ഇങ്ങനെ, എന്നിട്ടും അങ്കിൾ വീണ്ടും അലക്കുകയാണ്. എടി ഞാൻ പറഞ്ഞത് നീ കേട്ടോ, എനിക്ക് 2 ചപ്പാത്തി മതി. ഇവിടെ ഒരു സൈഡിൽ കൂടെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു സൈഡിൽ കൂടെ ഈ ചപ്പാത്തി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ഇങ്ങനെ ആലോചിക്കും, ഇന്ന് വൈകിട്ട് ഇവിടെ എന്താ കഴിക്കാൻ പറഞ്ഞ പോലെ ചോദിച്ചില്ലല്ലോ. അങ്ങനെ ഓരോ സ്ക്രീനിലും ഓരോരുത്തർ പെട്ടെന്ന് ആലോചിക്കുക, അയ്യോ രാത്രി കഴിക്കാൻ എന്താ അതിനെ കുറിച്ചാണ്. ഇത് ഇങ്ങനെയുള്ള ഒരു ഇതിലേക്കാണ് പോകുന്നത്. ബട്ട് I therefore tell them that perhaps we just need a platform for people to come and talk to each other, see each other, inquire about each other, just like that. How are you? ഞാനിപ്പോ ഇവിടെ തന്നെ വന്നപ്പോഴത്തേക്ക് ഒത്തിരി സന്തോഷം തോന്നി. ആദ്യം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സംസാരിക്കുകയാണ്. എന്തുകൊണ്ട് വിശേഷം, നല്ല രസമുള്ള ഒരു ക്ലാസിക് കമന്റ് ആയിരുന്നു. അപ്പൊ വീഡിയോ കാണിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ നമസ്കാരം. നല്ല രസമുണ്ടായിരുന്നു ഇത് കേൾക്കാനായിട്ട്, നല്ല ഹ്യൂമർ ആയിരുന്നു അതിനകത്ത്. അപ്പം പെട്ടെന്നൊരു എല്ലാവരും തമ്മിലുള്ള ഒരു ബ്രേക്കിംഗ് ഓഫ് ദി ഐസ് ആണ്. കാരണം എന്താ, വീടിന്റെ ഉള്ളിൽ ഇരുന്നിരുന്ന് അച്ഛന്മാർക്ക് പിന്നെയും കുഴപ്പമില്ല, ഈ സർവീസ് നടത്തുന്ന അച്ഛന്മാർക്ക് അവർക്ക് വല്ലപ്പോഴും പുറത്തു പോകാം. എല്ലാവരും വീട്ടിൽ ഇരുന്ന് മടുത്തു. ഞാൻ ഒരു അമ്മച്ചിയോട് സംസാരിക്കുകയായിരുന്നു. അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി എനിക്ക് പള്ളിയിൽ വന്നാലേ പറ്റത്തുള്ളൂ അച്ഛാ. ഞാൻ പറഞ്ഞു, അമ്മച്ചി കണ്ടോ ഒത്തിരി പേര് മരിക്കുന്നുണ്ട്, ക്രിമേഷൻ നടക്കുന്നു, അത് നടക്കുന്നു, ആർക്കും കാണാൻ പറ്റത്തില്ല, വലിയ പ്രയാസമാണ്. പുള്ളിക്കാരി പറഞ്ഞു, സാരമില്ല അച്ഛാ, കൊറോണ വരുന്നെങ്കിൽ അങ്ങ് വരട്ടെ, എനിക്ക് സഹി കേട്ടു വീട്ടിലിരുന്നു. ഞാൻ ചത്താലും എനിക്ക് വീട്ടിലില്ല, എനിക്ക് പുറത്തു പോകണം. കാരണം അവരുടെ ആ വേർപ്പുമുട്ടലാണ്, അതിങ്ങനെ എക്സ്പ്ലോഡ് ചെയ്ത് ഇങ്ങനെ പുറത്തു വരികയാണ്. ആരോടും അവർക്കൊന്ന് പറയാം. പണ്ടെന്നൊക്കെ പറഞ്ഞ അച്ഛന്മാര് വീട്ടിൽ ചെല്ലും, പണ്ടും സന്തോഷമായിരുന്നു ആൾക്കാർക്ക്. പക്ഷെ ഇപ്പൊ ഒരു എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു ഇതാണ്. ഞാനൊരു സ്ഥലത്ത് ഈയിടയ്ക്ക് കട്ടള വെക്കാൻ പോയി, വീടിന് കട്ടള വെക്കാൻ പോയി. ഞാന് സാധാരണഗതിയിൽ അവർക്കും ചോദിക്കാൻ ഒരു മടി. ഞാനായിട്ട് ഒരാളോട്, ഒരു അങ്കിൾ ഭയങ്കര വീക്കാണ്, ഹി ലുക്ക്ഡ് വെരി വീക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്കിൾ ഒരു കാര്യം ചെയ്യും, വണ്ടിക്കകത്തിരിക്കും, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. അത് കണ്ടപ്പോ ഒരു 4-5 പേരിങ്ങ് ഓടി വന്നു. അച്ഛാ എനിക്കും കൂടെ പ്രാർത്ഥിക്കാവോ, എനിക്കും കൂടെ പ്രാർത്ഥിക്കാവോ, എനിക്കും കൂടെ ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം. അതിനുശേഷം എന്നെ വീട്ടിൽ കൊണ്ടുവിട്ടു. അപ്പം വണ്ടിയുടെ ആ ടാക്സിയുടെ ഡ്രൈവർ പുള്ളി എന്നോട് പറഞ്ഞു, അച്ഛാ 1 മിനിറ്റ്. എന്ന് ചോദിച്ചു, എന്നാ പറ്റി? അച്ഛാ എനിക്ക് വേണ്ടിയും കൂടെ ഒന്ന് പ്രാർത്ഥിക്കാവോ. എനിക്ക് വിഷമായി. കാരണം ആരെയും കാണാൻ പറ്റാതെ, they have lost that sense of community, that feeling, they've lost a sense of prayer, spirituality. എല്ലാം നഷ്ടപ്പെട്ടിട്ട് ആരെങ്കിലും ഒന്ന് കാണും. ആമസോണിന്റെ ഡെലിവറി നടത്താൻ വരുന്ന ഒരു പയ്യനുണ്ട്, ഹി നോസ് ഐ എം എ പ്രീസ്റ്റ്. അപ്പം പുള്ളി ഇങ്ങനെ വന്നിട്ട് 5 മിനിറ്റ് സംസാരിച്ചിട്ടേ പോകത്തുള്ളൂ.
പുള്ളി എന്നോട് ചോദിക്കും, അച്ഛാ പള്ളിയിൽ എന്തുകൊണ്ട് വിശേഷം? എന്നിട്ട് എന്താ അവിടെ ആളുകളൊക്കെ വരുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ല മോനെ, ആരും വരുന്നില്ല, അറിയാമല്ലോ ഇപ്പോഴത്തെ കാര്യം. നാളായി പള്ളിയിലൊക്കെ പോയിട്ട്. പുള്ളിക്ക് ഭയങ്കര, പുള്ളിക്ക് അറിയണം എങ്ങനെ പള്ളിയിൽ എന്തുകൊണ്ട് വിഷയം, പള്ളി എങ്ങനെ ഇരിക്കുന്നു. എന്റെ പള്ളിക്കാരനും ഒന്നുമല്ല, വേറെ 2-3 പേര് ഞാൻ ശ്രദ്ധിച്ചു. അങ്ങനെ അറിയാതെ നമ്മൾ എന്തെങ്കിലും കാണുമ്പോൾ when an image gets struck in us, we start replicating that image. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ വീട് ക്രോസ് ചെയ്ത് പോവുക. എൻ്റെ വീട് ക്രോസ് ചെയ്ത് പോകുമ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഇരിപ്പുണ്ട്. ഞാൻ കുരിശ് വരച്ചു. എൻ്റെ വീടാ ഞാൻ ക്രോസ് ചെയ്ത് പോകുന്നതെന്ന് ഓർക്കണം. എൻ്റെ പള്ളിയോ എൻ്റെ കുരിശും തോട്ടിയോ അല്ല, വീട്. അപ്പൊ എൻ്റെ വൈഫിനെ നോക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ചിരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, വീടായിരുന്നില്ലേ. അപ്പൊ ഞാനത് ചെയ്യാൻ കാരണം എന്താണെന്നറിയോ? ഞാൻ വീടിന്റെ താഴെ ഗേറ്റിന്റെ അവിടെ നിൽക്കുമ്പോൾ ഈ ചില ആൾക്കാർക്ക് അറിയാം ഇവിടെ ഒരു അച്ഛൻ താമസിക്കുന്നുണ്ട്. അവരതിലെ ക്രോസ് ചെയ്ത് പോകുമ്പോൾ കുരിശ് വരച്ചിട്ട് ഞാനിത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ചില അച്ഛന്മാർക്ക്, ഇവിടെ ഉള്ള ചില അച്ഛന്മാർക്ക് UTC അറിയാം. UTCയിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഗേറ്റിന്റെ അവിടെ വരുമ്പോൾ ചില ആൾക്കാർ ക്രോസ് ചെയ്ത് പോകുമ്പോൾ അവർക്കറിയാം ദിസ് ഇസ് എ സെമിനറി, അപ്പൊ എന്തോ ക്രിസ്ത്യൻ സംതിങ് നടക്കുന്ന സ്ഥലമാണ്. അതിലെ പോകുമ്പോൾ ഇങ്ങനെ കുരിശ് വരച്ചിട്ട് പോവാൻ. അവിടെ കുരിശും തട്ടിയോ പള്ളിയോ ഒന്നും അവിടെ വാദിക്കലില്ല, വരച്ചിട്ട് പോവാൻ. സോ സീ, people want a sense of relationship and we should try and give it to them. രണ്ടാമതായിട്ട്, people are looking for care in social media, especially religiously looking for care. ഒരു കരുതൽ, ആൾക്കാർ അവരോടൊന്ന് സംസാരിക്കാനായിട്ട്, ഒരു എന്തെങ്കിലും ഒന്ന് പറയാനായിട്ട്. സോ ഇൻ മെനി പ്ലേസസ് അച്ഛന്മാരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ഫോണിൽ വിളിക്കുന്നുണ്ട്, അവർ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്, then number 3, they're looking for value in the sense അവർ അവിടെ വരുമ്പോൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു വാക്ക് പറഞ്ഞാൽ, ഒരു കാര്യം പറഞ്ഞാൽ അതിനുവേണ്ടി ചെയ്യണം. അപ്പൊ ഈ കുർബാനയിലൊക്കെ, അത് വേറെ പല എഴുത്തുകളിലും അത് വരുന്നുണ്ട്. ഇപ്പം ഈ കുർബാനയിലൊക്കെ ഒത്തിരി കുർബാനയുടെ താഴെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇടുമ്പോൾ ഒരു കാര്യം എല്ലാവരും കോമൺ ആയിട്ട് പറയുന്നത് ഏമൻ 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 എന്ന് പറഞ്ഞിങ്ങനെ പോവാണ്. അമീൻ 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 പറഞ്ഞു പോവാണ്. ചില ആൾക്കാർ പെട്ടെന്നിടും വത്സ ഫ്രം കാനഡ. അതായത് കുർബാനയുടെ ആ ചാറ്റ് ബോക്സ് ആണ്. അപ്പൊ ആദ്യം കണ്ടപ്പോ എനിക്ക് ഒരു ശരി വന്നു. മീൻസ് നമുക്ക് ഓൾറെഡി കാണാം വത്സ എന്നാണ്. വത്സ ഫ്രം കാനഡ എന്ന് എഴുതിയില്ലെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ കാനഡയിൽ പോയിരിക്കുന്ന വത്സാന്റിയാണ് എഴുതുന്നതെന്ന്. എന്നാലും അവർ എഴുതും വത്സ ഫ്രം കാനഡ. അതിനും അപ്പുറത്തായിട്ട് ചിലപ്പോൾ 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്ത് തുടങ്ങും. ഇതെല്ലാം ആ സർവീസിന്റെ ചാറ്റ് ബോക്സിലാണെന്ന് ഓർക്കണം. അപ്പൊ ഇത് നടക്കുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് പീപ്പിൾ ആർ ലുക്കിംഗ് ഫോർ someone to appreciate them, someone to accept them, someone to make them feel that they are there. A beingness ഒന്ന് ഫീൽ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നത് എന്ന് നോക്കണം. നെക്സ്റ്റ്, പീപ്പിൾ ആർ ലോങ്ങിങ് ഫോർ കണക്ഷൻ. അപ്പൊ ഈ ഓൺലൈനായിട്ട് വരുന്ന ഇപ്പൊ ഒത്തിരി പേരും പറയുന്നുണ്ട്, നൗ ഐ ഫീൽ ദാറ്റ് വെൻ ഐ ഗിവ് എ പ്രയർ റിക്വസ്റ്റ് ടു someone, they will indeed pray for me. ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞ അവർ പ്രാർത്ഥിക്കും എന്നുള്ളൊരു ഇതുണ്ട്. പള്ളിയിൽ ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമുക്കറിയത്തില്ല, ഞാൻ പ്രാർത്ഥിച്ചേക്കാന്ന് പറയും. പിന്നെ ചിലരുണ്ട് ഓൺ ദ സ്പോട്ട് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ അല്ലാത്തവരെല്ലാം പക്ഷെ ഓൺലൈനായിട്ട് വരും ഫോർ മീ, അങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് വരികയാണ്. അതാണ് ഈ ലോങ്ങിങ് ഫോർ കണക്ഷൻ എന്ന് പറയുന്നത്, ആളുകളുമായി ബന്ധം. അപ്പൊ ബന്ധം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന തന്നെയാണ് ഒരു ബന്ധം ഉണ്ടാക്കൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ആരായാനായിട്ട്, അവരുടെ ക്ഷേമം അന്വേഷിക്കാനായിട്ട്, ഇതൊക്കെ ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടിയാണ് അവര് ബേസിക്കലി ഓൺലൈൻ. സോ ലുക്കിംഗ് ഫോർ ഫെലോഷിപ്പ് വിത്ത് അതേഴ്സ് ഓഫ് എ ഷെയർഡ് ഫെയ്ത്ത്. അതായത് മറ്റുള്ള ആളുകൾ, യേശുവിനെ അംഗീകരിക്കുന്ന മറ്റുള്ള ആളുകളുമായിട്ട്, മറ്റ് സഭയിലുള്ള ആൾക്കാരുമായിട്ട്, അവരുടെ സഭയിൽ തന്നെ മറ്റ് പള്ളിയിലുള്ള ആൾക്കാരുമായിട്ട് എല്ലാം ഒരു ബന്ധം സ്ഥാപിക്കുവാൻ കൂടി അവർ നോക്കുന്നുണ്ട്. ബട്ട് ദ പ്രോബ്ലം വി ഹാവ് നൗ ഇസ് ദാറ്റ് വി ഹാവ് സ്റ്റാർട്ടഡ് എസ്റ്റാബ്ലിഷിംഗ് വേരിയസ് വാൾസ്. അപ്പം ഞങ്ങളുടെ
ചർച്ചിന്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ പേര് സെന്റ് ജോർജ് സിംഹാസന ചർച്ച് തിരുവല്ല. ഒരു രീതിയിൽ പറഞ്ഞാൽ അത് ഒരു ഐഡന്റിഫിക്കേഷനാണ്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ അതൊരു മതിലാണ്. കാരണം എന്താണ്? ഞങ്ങളുടെ പള്ളിയിലുള്ളവർ വരാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. മറ്റുള്ള ആളുകൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഒരു സ്വാഗതം ഇല്ല, ഒരു വെൽക്കം ഇല്ല എന്ന് നാം ഓർക്കേണ്ടിയിരിക്കുന്നു. So today we have several excellent groups by the Marthoma Church, CSI Church, Orthodox Church, Jacobite Church, Anglican, Presbyterian, Baptist, എല്ലാം ഉണ്ട്, മനോഹരമാണ്. But can we get into each other's group? Or are we prevented from getting into each other's group? Is our Kurbana exclusive? Our Holy Communion service exclusive? Or is it inclusive? And if so, കാരണം എന്താണ്? ഇത് ഓൺലൈനായിട്ടാണ് നടത്തുന്നത്. ഓൺലൈനായിട്ട് നടത്തുമ്പോൾ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഓൺലൈൻ ഇസ് ബേസിക്കലി സോഷ്യൽ മീഡിയ, ആൻഡ് സോഷ്യൽ മീഡിയ ഇസ് വാൾലെസ്. ഇറ്റ്സ് സപ്പോസ് ടു ബി വാൾലെസ്. പക്ഷെ നമ്മളിപ്പോൾ അതിനകത്ത് കയറി ഇതിനകത്ത് മതിലുകൾ സൃഷ്ടിച്ച് എടുത്തിരിക്കുകയാണ്. അപ്പം ബഷീറൊക്കെ എഴുതിയ കാലത്ത്, അന്നത്തെ കാലഘട്ടത്തെ ആൾക്കാർക്ക് മതിലുകളെ അതിജീവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. So we are not saying that there were not walls before. അങ്ങനെ പറഞ്ഞാൽ ഒരു മണ്ടത്തരമാണ് പറയുന്നത്. മതിലുകൾ എല്ലാ കാലത്തും ഉണ്ടായി, പല തറിയിലുള്ള മതിലുകൾ ഉണ്ടായി. പക്ഷെ പഴയ കാലത്തെ ആളുകൾക്ക് അതിനെ മറികടക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. പണ്ടത്തെ അയൽക്കാർ തമ്മിൽ എങ്ങനെയാ സംസാരിക്കുന്നത്? അവരുടെ മതിലിന്റെ അവിടെ വന്ന് നിന്ന് ഒരു കൈ എടുത്ത് മതിലിലോട്ട് വെച്ച് എന്നിട്ട് കാര്യങ്ങൾ ചോദിക്കും. എന്തെങ്കിലും ഇവിടെ ഉണ്ടാക്കിയാൽ അപ്പുറത്ത് കൊടുത്ത് ആ മതിലിന്റെ മേളിലോട്ടാണ് മീനിന്റെ ചട്ടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ സാധനമോ കൊണ്ടുവെക്കുന്നത്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. സോ ഡിസ്പൈറ്റ് ദ വാൾ they entered into community. Despite the wall, they communicated with each other. But today, we are building wall after wall. And ഇന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഡിഫെൻഡ് ചെയ്യുവാൻ, ഐ റിമെമ്പർ ഈ ഡാവിൻചി കോഡ് പുറത്തു വന്നപ്പോൾ there was a heavy controversy. എന്നിട്ട് ആളുകൾ പറഞ്ഞു, we should defend our faith because this is an attack on our faith. I remember one Marthoma priest, we had a discussion. അപ്പം അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി, ഈ എന്തൊരു വിനോദാഭാസമാണ്, നമ്മൾ ക്രിസ്തുവിനെ ഡിഫെൻഡ് ചെയ്യാൻ നോക്കുക, അപ്പൊ ക്രിസ്തു ആരാ എന്ന് പറഞ്ഞാൽ, if we have to defend Christ, that means he is someone who cannot defend himself. അതുകൊണ്ടല്ലേ നമ്മൾ ഡിഫെൻഡ് ചെയ്യുന്നത്. ഇതെല്ലാ റിലിജനിലും ഉണ്ട്. whenever you say something about that religion, they get very defensive. ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ ഭയങ്കരമായിട്ട് അഗ്രസീവ് ആവും, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഇതാവും. അപ്പൊ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ഇതാണ്. സ്നേഹം പങ്കുവെക്കലോ സാമൂഹികമായിട്ട് ഒന്നിച്ച് കൂടുന്നോ ഒന്നും അല്ല ഇപ്പോൾ കാണുന്നത്, മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിദ്വേഷമാണ് കാണുന്നത്. സോ ഇറ്റ് പ്രൂവ്സ് that we are creating walls of differences between us. നമ്മളെല്ലാം ബേസിക്കലി ഒന്നാണ്, ഇല്ലയോ? അതാണ് അതിന്റെ സത്യം. എത്ര നിഷേധിച്ചാലും നമ്മൾ ഒന്നാണ്. ഞാൻ ഈ തൊപ്പി വെച്ചത് കൊണ്ടോ ഇവിടുത്തെ ബഹുമാനപ്പെട്ട അച്ഛന്മാര് തൊപ്പി വെക്കാത്തത് കൊണ്ടോ ഞങ്ങൾ ഡിഫറെന്റ് അല്ല. വി ആർ ദ സെയിം. വി ഫോളോ ദ സെയിം ക്രൈസ്റ്റ്. വി ഫോളോ ദ സെയിം ട്രിനിറ്റി. ഞങ്ങൾ എത്ര നിഷേധിക്കാൻ ശ്രമിച്ചാലും അതാണ് സത്യം. ആ സത്യം തന്നെ അവസാനം ജയിക്കത്തുള്ളൂ. അപ്പോൾ ഇന്ന് മാധ്യമങ്ങളിൽ നാം കാണുന്നത് ഇതല്ല. We are seeing a different kind of expression. So something which should have been wallless, മതിലുകൾ ഇല്ലാതെ പോലും അന്യോന്യം ആശയവിനിമയം നടത്തുവാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് നമ്മൾ മതിലുകൾ സൃഷ്ടിക്കുകയാണ്. എന്നാൽ പഴയ കാലത്ത് ബഷീർ എന്താണ് കാണിച്ചു തരുന്നത്? പഴയ കാലത്ത് മതിലുകൾ ഉണ്ടായിട്ടും ഡിഫറൻസസ് ഉണ്ടായിട്ടും ആളുകൾ ഒന്നിക്കുവാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അന്യോന്യം കാണാൻ പറ്റാഞ്ഞിട്ട് പോലും എന്താണ് ആരാണ് ഒന്നും അറിയാതെ തന്നെ അവർക്ക് ഒന്നിച്ചു വരുവാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി അതാണ്. We are always looking for the differences between us. We are never for once looking at what is common between us.
what is something which we can come together as a cause. So many things which we are coming together. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എപ്പോഴും നമ്മളോട് ചോദിക്കുന്ന ഇതാണ്. അപ്പൊ ഞാൻ തൊപ്പി വെച്ചാല് ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ പോയാല് ആദ്യത്തെ ചോദ്യം ബിലീവേഴ്സിലെ അച്ഛനാണോ? I immediately think in my mind, does it matter? Isn't it enough that I am a priest? Do you want a prayer? I will pray for you. Do you want me to talk to you? I will talk to you. പക്ഷെ ആൾക്കാർക്ക് അങ്ങനെയല്ല, അവർക്കൊരു അസോസിയേഷൻ വേണം. ചോദിക്കുന്ന ഭർത്താവിന്റെ അച്ഛനാണെങ്കിൽ പറയും, എടി നമ്മുടെ അച്ഛനാന്ന് പറയും. ചെറിയച്ഛൻ കുഴപ്പമില്ല, അന്ന് ചിരിക്കുന്നൊക്കെ ഉണ്ട്, നല്ല കുഴപ്പമില്ലെന്ന് തോന്നുന്നു, രസികനാന്ന് തോന്നുന്നു, എന്നാലും നമ്മുടെ അച്ഛനല്ലല്ലോ. ഇത് തന്നെയാണ് എപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്നത്. ഐ ഡോണ്ട് തിങ്ക് സോഷ്യൽ മീഡിയ ഡസ് നോട്ട് മീൻ ഇറ്റ് ടു ബി ലൈക്ക് ദാറ്റ്. അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയെ കുറിച്ച് പ്രത്യേകിച്ച് നമ്മൾ ഓർക്കേണ്ടത്, ഇറ്റ്സ് സപ്പോസ് ടു ബി ആൻ ഓൾട്ടർനേറ്റീവ് സ്പേസ്. ഇറ്റ്സ് നോട്ട് സപ്പോസ് ടു ബി എ സ്പേസ് ആസ് വി ഹാഡ് ഇറ്റ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്, ഇഫ് ആൻ ഓൺലൈൻ സർവീസ് ഈസ് നോട്ട് ബ്രിങ്ങിങ് പീപ്പിൾ ടുഗദർ, ദർ ഇസ് സംതിങ് റോങ് വിത്ത് ദ സർവീസ്. Because we are using a social media platform for the online service. And social media platform is an alternative platform, which means it is supposed to bring people together. But if it divides people, if it creates walls, then we are failing in many ways. കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. I think my time is almost up. By 9:30 I should just after 9:30 I will stop. ആദ്യമായിട്ട് look at social media and what it is. First of all, the social media is a virtual and spiritual space. Virtual എന്ന് പറയുന്നത് ഒരു രീതിയിൽ പറഞ്ഞാൽ അൺറിയൽ എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും, the imaginary being transformed into a real space. This is what is happening. The imaginary being transformed into a real space. ഇത് തന്നെയാണ് ഈ വർഷിപ്പിനെ കുറിച്ച് പറഞ്ഞത്. We should transform it. Unless we transform it, it's not going to make any difference. ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇനി we cannot say anymore that it's unreal, it's virtual, it's not something that is physical, that's not there. No, അത് മാറിയെന്ന്. രണ്ടാമതായിട്ട്, social media is a transcendental space. It goes beyond, മറികടന്നു പോകുന്നതാണ് നാം കാണുന്നത്. So we become participants in a simulated environment. നമ്മൾ എല്ലാവരും ഒന്നിച്ചു വന്ന് കൂട്ടം കൂടി നിൽക്കുകയാണ്. So we will not just look at them, we feel who are present there. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചുമ്മാ നോട്ടക്കാരല്ല, മറിച്ച് നമ്മൾ പാർട്ടിസിപ്പൻസ് ആയി മാറുകയാണ്. ഈ ഫേസ്ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ഫ്രണ്ട്സ് നമ്മുടെ, അവർ ഫേസ്ബുക്കിൽ ഒന്നും ഇടത്തില്ല, ഒന്നും പോസ്റ്റ് ചെയ്യത്തില്ല. അപ്പം അവർ ഫേസ്ബുക്കിൽ ആയപ്പോൾ മുതൽ ചിലപ്പം 7 വർഷമായി കാണും, 7 വർഷത്തിൽ അവരൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. അവരുടെ ഏക പരിപാടി എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ എന്താണ് പോസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ്. പക്ഷെ അങ്ങനെ വരുമ്പോഴത്തേക്ക് വി ആർ പ്യുവർലി ഒബ്സർവിങ് അതേഴ്സ്, വി ആർ നോട്ട് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എനിത്തിങ്. മൂന്നാമതായിട്ട്, സോഷ്യൽ മീഡിയ ഇസ് എ ഡയലോജിക് സ്പേസ്. നമ്മൾ വരുന്നത് തന്നെ കാഴ്ചക്കാരായി നിൽക്കാനല്ല, നമ്മൾ വരുന്നത് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും കാര്യങ്ങൾ പറയുവാനും മാത്രമാണെന്ന് നമ്മൾ ഓർക്കണം. സോ ഡയലോഗ് ഈസസ് ഔട്ട് കോൺഫ്ലിക്റ്റ്. പക്ഷെ ഇന്ന് ഡയലോഗ് അല്ല നടക്കുന്നത്, ഇന്ന് കോൺഫ്ലിക്റ്റ് മാത്രമാണ്. എന്ത് കാര്യം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് വഴക്കാണ് പെട്ടെന്ന്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ യാതൊരു കൺട്രോളും ഇല്ല. കാരണം നേരിട്ട് കണ്ട് പറയാൻ പറ്റാതെ, ഞാൻ ഈയിടയ്ക്ക് ഒരു അച്ഛനോട്, മർത്താവിൽ തന്നെ അച്ഛനോട് പറയായിരുന്നു, എൻ്റെ അച്ഛ ചില തെറിയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ എന്തോ ഒരു തെറിയാണ്, നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലും ഇല്ല. ഇത്ര മാന്യനായ ഒരു വ്യക്തി, വിയോജിക്കാം, അതിന് യാതൊരു തെറ്റുമില്ല, വിയോജിക്കണം. പക്ഷെ മര്യാദയോടെ വിയോജിച്ചു കഴിഞ്ഞാൽ അതല്ലേ കുറച്ചുകൂടെ നല്ലത്. ചില ആൾക്കാർ അങ്ങനെയല്ല, ഒരു കൺട്രോൾ അങ്ങ് പോകും, എന്തും അങ്ങ് വിളിച്ചു പറയാം. ചില അച്ഛന്മാരുടെ തന്തയ്ക്ക് നമ്മൾ തന്നെ ഓർക്കും, ശോ ഇത്രയൊക്കെ പറയണോ, അതിന് മാത്രം ഒന്നും അവർ ചെയ്തില്ലല്ലോ, എഴുതിയില്ലല്ലോ. പക്ഷെ കോൺഫ്ലിക്റ്റിലേക്ക് പോവാണ് നേരെ. സോ ദാറ്റ് ഷുഡ് നെവർ ഹാപ്പൻ. വി ഷുഡ് ഡയലോഗ്. അതുകൊണ്ടാണ് പറയുന്നത്, ദിസ് സ്പേസ് ഇസ് മെന്റ് ഫോർ ദാറ്റ്. വി കനോട്ട് മിസ്യൂസ് ദിസ് സ്പേസ്. അടുത്തതായിട്ട്, സോഷ്യൽ മീഡിയ
is an anti-authoritarian space. And ഇതാണ് സഭകളെല്ലാം വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നത്. Today, the churches are trying to usurp the social media online space. ഇത് ഞങ്ങളുടേതാണ് എന്നാക്കി തീർക്കുക. ഞങ്ങളുടെ ഇത് മർത്തോമ, ഇത് CSI, ഓർത്തഡോക്സ്, യാക്കോബ, എന്നിട്ട് നമ്മുടേതായ കാര്യങ്ങൾ മാത്രം പറഞ്ഞു വിടുക. ഇത് ഇന്ന് പ്രൊപ്പഗാൻഡ സ്പേസ് ആയി മാറിയിരിക്കുകയാണ്. We are just giving propaganda. It's not the truth. The people are looking for the truth, not for propaganda. And this is something we must always say. Perry Levy എന്ന് പറയുന്ന ആള് talks of a space of creative profusion and disorder. Authoritarian എന്ന് പറഞ്ഞാൽ അറിയാവില്ല, everything should be spick and span, everything should be right, nothing can go this way or that way, no one can question anything. പക്ഷെ അങ്ങനെ ഒരു സ്പേസ് അല്ല സോഷ്യൽ മീഡിയ സ്പേസ്. ഇറ്റ്സ് an anti-authoritarian space. അതാണ് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്. സോ we must always understand that authority cannot and should not be expressed in this platform because it's anti-authoritarian. അടുത്തതായിട്ട്, social media is a network and relationship space. ഇത് റൈസോം എന്നാ പറയുന്നത്. റൈസോം നിങ്ങൾ ഇന്റർനെറ്റിൽ ഒന്ന് നോക്കിയാൽ മതി, RHIZOME. റൈസോം itself means there is no starting point and no ending point. There is no hierarchy in this. There is no up and down. ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ സ്പേസിന്റെ ഒരു പ്രത്യേകതയാണ് ഇതിനകത്ത് പറയുന്നത്. ഇത് ഓപ്പൺ ആണ്, ഡീസെൻട്രലൈസ്ഡ് ആണ് എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് തന്നെ കണക്ടിവിറ്റിയുടെയും ഇൻക്ലൂസിവിറ്റിയുടെയും ഒരു സാധ്യതയാണ് സോഷ്യൽ മീഡിയ തുറന്നു തരുന്നത്. ഫൈനലി, സോഷ്യൽ മീഡിയ is a multiple identity space. Now this can be looked at from two sides. ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് this can be misused. അപ്പം ഇത് കൗണ്ടർഫീറ്റ് സൈറ്റ്സ് ഉണ്ടാക്കാം, പിന്നെ ഹോക്സ് ആയിട്ടുള്ള കാര്യം, സ്കാംസ്, കളിപ്പീര്, ഇത് അത്, പിന്നെ പിള്ളേരെ മിസ്ലീഡ് ചെയ്യുന്നത്, ഓൺലൈൻ അബ്യൂസ്, several things can come out of this. But the other side of this should be explored. Some people cannot express themselves in an offline space freely. അതിലെ ഒരു വിഭാഗം ഡെഫിനറ്റ്ലി സ്ത്രീകളാണ്. നമ്മൾ ഓർക്കരുത്, we have definitely, I would say that the Marthoma Church is much better in looking at women than the Jacobite and Orthodox churches. That is true. But still, you have not reached an ideal state. നമ്മൾ ആരും, you are better than this. തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയാവുന്നതേ ഉള്ളൂ. കഴിഞ്ഞ ആഴ്ചയും നിങ്ങളുടെ ഡിസ്കഷൻ അതായിരുന്നല്ലോ, സ്ത്രീകളെ കുറിച്ച്, സഭയിലുള്ള സ്ത്രീകളെ കുറിച്ചായിരുന്നു ഡിസ്കഷൻ. അപ്പൊ അത് പറയാവുന്നല്ലാതെ സ്റ്റിൽ വി ആർ നോവെയർ ക്ലോസ് ടു ഗിവിംഗ് എ സെൻസ് ഓഫ് expression to such communities. Now, why did Vismaya die? Why did other people like her also die? എന്തുകൊണ്ടാണ് ഇത് നടക്കുന്നത്? അപ്പൊ കഴിഞ്ഞ ദിവസം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു നോട്ട് വായിച്ചു. കാരണം എനിക്ക് പെട്ടെന്നൊരു സന്തോഷം ഉണ്ടായി കഴിഞ്ഞ ആഴ്ച. അതായത് ഞാനിങ്ങനെ ഓർത്തു, ഞാൻ സ്ത്രീധനം വാങ്ങിച്ചിട്ടില്ലല്ലോ എന്ന് പെട്ടെന്ന് ഓർത്ത് എനിക്ക് ഭയങ്കര സന്തോഷം. കണ്ടു, ഞാനപ്പം പരിശുദ്ധനാണ് ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ. അപ്പോഴാണ് ഞാനൊരു നോട്ട് വായിച്ചത്. that he was saying that സ്ത്രീധനം വായിക്കാത്തോണ്ട് നിങ്ങൾ പരിശുദ്ധനാകുന്നില്ല. സ്ത്രീധനം വാങ്ങിച്ചില്ല എന്നേ ഉള്ളൂ, പക്ഷെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് വലിയ എക്സ്പ്രസ് ചെയ്യാനുള്ള സ്പേസ് ഒന്നും നിങ്ങൾ കൊടുത്തിട്ടില്ല. നിങ്ങൾ സ്ത്രീധനം വായിക്കാത്തതിന്റെ വിഷമം കൂടെ എന്തോ നിങ്ങളുടെ മനസ്സിൽ എവിടോ ഉണ്ട്. അതിടക്കിടക്ക് ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കും. ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും എൻ്റെ വൈഫിനോട് പറയും, ഇത്ര നല്ല ഭർത്താവിനെ എവിടെയെങ്കിലും കിട്ടുമോ? പണ്ടൊക്കെ പുള്ളിക്കാരി എന്നോട് പറയാം, ഞാൻ അതുകൊണ്ടല്ലേ കല്യാണം കഴിച്ചത്, അതിന് വലിയ കാര്യമൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ, എന്തിനും എപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പം ഈ ഇപ്പോഴത്തെ കേസുകളൊക്കെ കണ്ടപ്പോൾ കുറച്ചുകൂടെ ഒരു എന്താണ് പറയുന്ന ഒരു സ്നേഹമൊക്കെ എന്നോട് കാണിക്കുന്നുണ്ട്. ശരിയാ, ശകലം കൂടെ കുറച്ചുകൂടെ കൊള്ളാം ബാക്കിയുള്ള കാര്യം, എന്നാലും വലിയ മെച്ചമൊന്നുമില്ല. അപ്പൊ ഞാനിത് വായിച്ചു നോക്കിയപ്പോഴാണ് അറിഞ്ഞത്, ഒരു സ്ത്രീയായിട്ട് ജനിക്കുന്നത് തന്നെ ഒരു ഇഷ്യൂ ആണ് നമ്മുടെ സൊസൈറ്റിയിൽ. അപ്പൊ അവർക്ക് ഒരു എക്സ്പ്രസീവ് സ്പേസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. So then they take upon different roles to express themselves because they are not given
other spaces. So these are some of the things about social media. So I'll just make my concluding remark and the discussion. My point is this: the church so far, till now, till COVID came, the church was against technology, the church was against online worship, the church was against an online church. Today, suddenly the church seems to have embraced everything, as if the church invented technology, as if the church invented online spaces. It's not true. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. Authoritative figures, authoritative institutions are trying to usurp a free space and are trying to create walls. മതിലുകൾ ഇല്ലാത്ത അല്ലെങ്കിൽ മതിലുകൾ ഉണ്ടാവേണ്ടതല്ലാത്ത, ഇതെന്ന് ഞാൻ പറയുന്നത്, ഉണ്ടായിരിക്കാൻ പാടില്ല. ഒരു സ്ഥലം നമ്മൾ ഏറ്റെടുത്ത് മതിലുകൾ ഉണ്ടാക്കി സൃഷ്ടിച്ചു വെക്കുകയാണ്. And institutions like the church are also responsible for what is happening. Not that only we are responsible, one of the factors. There are others as well. Therefore, as a community, as people, as public figures, we also need to raise our voice against this trend. And wherever possible, we need to give alternatives to it. And മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പ് തീർച്ചയായിട്ടും you're doing a great job. And I'm so happy to know that ഇത് നിങ്ങളുടെ 49th session ആണ്. So the next one is going to be a half century for you. And I hope things get better. Thank you again for this opportunity to speak to you. And I hope that you can now add on to with your nice and valid comments. Thank you.